നമസ്തേ യൂട്യൂബ്, ഇറ്റ്സ് ബോയ് ജെ കെ ആർ ഹിയർ. സോ ഇന്ന് നമ്മൾ ആലപ്പുഴ പോവുക. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ, അമലിൻ്റെ കൂടെ ആലപ്പുഴയിട്ട് അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് പോവുക. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ വ്ളോഗിൻ്റെ ഇന്നത്തെ കണ്ടൻറ് എന്ന് പറയുമ്പോഴത്തേന്. ഇപ്പോൾ ഞാൻ ക്യാമറ ആംഗിളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയിട്ട് ഒരു ട്രൈപ്പോഡ് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോർമലി എടുക്കണ ഹാൻഡ് ഹെൽഡ് വ്ളോഗ് എങ്ങനെയേക്കാളും ഇങ്ങനെ വ്ളോഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാനായിട്ടാണ്. സോ നമ്മളിന്ന് പോണ വണ്ടി എന്ന് പറയുമ്പോഴത്തേനും 2022 മോഡൽ ടാറ്റ തിയാഗോ ആണ്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക ഫണ്ണാണ് ഓടിക്കാനായിട്ട്. ചെറിയ കാറാണ്, ഫ്ലിക്ക് ചെയ്തുകൊണ്ട് പോകാം. ട്രാഫിക്കിൻ്റെ ഇടയിൽ സിറ്റി റൈഡിന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ബെസ്റ്റ് കാർ എന്ന് പറയുമ്പോൾ ഇഗ്നിസ് ആണ്. അതേപോലെ തന്നെ കൊള്ളാവുന്ന ഒരു കാറുമാണ് തിയാഗോ. ഒരു ഒലച്ചിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലിപ്പക്ഷിയുടെ അകത്തിരുന്ന് പോകണ പോലെ ഇരിക്കുമെങ്കിലും ബട്ട് കാറ് കംഫർട്ടബിൾ എന്ന് പറയില്ല, ഫണ്ണാണ് ഓടിക്കാനായിട്ട്. എൻജിൻ സൈഡാണേലും എല്ലാം ആണേലും. സോ അമലിൻ്റെ വണ്ടിയാണ്. അപ്പോൾ റീസെൻ്റ്ലി അവർ ബാംഗ്ലൂർ പോയിട്ട് വന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ആലപ്പുഴ അതിനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പിന്നെ എന്തായാലും കിട്ടണമെന്ന് നോക്കിയിരിക്കുകയാണല്ലോ. സോ അതാണ് കണ്ടൻറ്റ്. നമ്മളിപ്പോൾ എടുക്കുന്ന ഡിവൈസ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷവമിയുടെ 15 ആണ്. ഷവമി 15 എൻ്റെ പേഴ്സണൽ സെൽഫോണാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത ഹോളി ലാൻഡ് ലാർക്ക് ഹെവൻ എന്ന് പറഞ്ഞ ബൈക്കും അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല അമലെത്തിയിട്ടുണ്ട്. എന്താണേലും ഞങ്ങൾ പോട്ടെ. അങ്ങനെ ഫൈനലി അമലും എത്തി. എല്ലാവരും ഉണർന്നു. ചിങ്കാമണി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നുണ്ട്. തന്നെ അമലും എത്തി. ഞങ്ങളത് ഇപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് പോവാനായിട്ട് പോവുക. ബാക്കി എന്താണേലും പോണ വഴി കാണാം. നമ്മളെന്നാ പറഞ്ഞത് 70 Pro എടുക്കുവാണെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗ്രേ കളർ എടുക്കണം. ഗ്രേ കളർ എടുത്തിട്ടേ കാര്യമുള്ളൂ. മറ്റേതെന്ന് പറയുമ്പോഴത്തേനും ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തത് ഡാർക്ക് ബ്ലൂ. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 16 Pro വരെ ടൈറ്റേനിയത്തിലായിരുന്നു ഫോൺ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേയൊക്കെ ഇതിനോട് എന്താ പറയുക സ്ക്രാച്ചസ് പ്രിവെൻറ്റ് ചെയ്യുമായിരുന്നു. കുറച്ചുകൂടെ അലൂമിനിയത്തിന് വെച്ച് നോക്കുമ്പോഴത്തേനും കമ്പാരിറ്റീവ്ലി ടൈറ്റേനിയാണ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ, സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ്. ഇത് അവന്മാർ വലിയ ടൈറ്റ് ഈ 16 Pro ഒക്കെ വന്ന ടൈമിൽ 15 Proയും 16 Pro ഒക്കെ വന്ന ടൈമിലും ഇവരുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റേനിയമാണ് ഞങ്ങളുടെ ഫോൺ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. 16 വന്നപ്പോഴാണ് പിന്നെ എന്നും പറഞ്ഞിട്ടുള്ള മൂഞ്ചിക്കലൊക്കെ ചെയ്ത്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇതിപ്പോൾ അലൂമിനിയം ആയതുകൊണ്ട് ഭയങ്കര സ്ക്രാച്ച് വരും. അലൂമിനിയം കളർ ചെയ്യാൻ പറ്റത്തില്ല, ഓക്സിഡൈസ് ചെയ്ത് സ്ക്രാച്ച് വരുന്നതിന് ഫുൾ കംപ്ലൈന്റ്സ് ആണല്ലോ. അത് നോർമലി ഈ കളറിന്റെ പ്രശ്നമുണ്ട്. അലൂമിനിയം എന്ന് പറയുമ്പോൾ തന്നെ കീസിനോട് ഭയങ്കരമായിട്ട് കീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ സ്ക്രാച്ച് കൂടുതൽ വരാൻ ചാൻസ്. ഇപ്പൊ ഈ സിൽവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര വൃത്തികേടായിട്ട് അറിയില്ല. അപ്പൊ ഇത് പക്ഷെ അതിന്റെ ഹൈലൈറ്റ് ഓറഞ്ചാ എന്തോരം കംപ്ലൈൻറ്റ്സ് വന്നതെന്നറിയോ. ഇപ്പൊ കുറെയൊക്കെ റെഡിറ്റിലാണേലും ട്വിറ്ററിലാണേലും അങ്ങനെയൊക്കെ. ഗിംബല് പിന്നെ അടിപൊളി. ആസ് എ ബിഗിനർ ഇല്ലെങ്കിൽ ഒരു ഗുമ്മായിട്ട് എടുക്കാനായിട്ടുള്ളതാണെങ്കിൽ ഇവരുടെ അടിപൊളിയാ. ഡിജെയുടെ ഏതാ പോക്കറ്റ് ഗോയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള പേയ്മെന്റ് ചെയ്തിരിക്കണം. പേയ്മെന്റ് ആവുന്നു. സക്സസ് ഫൈനലി. സോ പീപ്പിൾ, അങ്ങനെ ഞങ്ങള് എണ്ണയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മാരൊക്കെ കൺവിൻസിങ്ങിനൊടുവിൽ അമ്മല് വണ്ടി ഓടിച്ചോളാന്ന് പറഞ്ഞു. ഈ വേണമെങ്കിൽ വ്ളോഗ് എടുത്തോ, ഞാൻ വണ്ടി ഓടിച്ചോളാന്ന്. അതായിരിക്കും എനിക്ക് നല്ലത്. അതാകുമ്പോ ഷെയ്ക്കിങ് ഒന്നും അറിയില്ല. ഷെയ്ക്കുണ്ടെന്ന് ഫുട്ടേജിന് ഷെയ്ക്കുണ്ടെന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കണേ തൊട്ടുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മളെ കയ്യിലാകും.
അപ്പൊ ഞങ്ങള് 10 ലിറ്റർ ഡീസല്, കറക്റ്റ് 10 ലിറ്റർ ഡീസല് 1055 പറഞ്ഞ പെട്രോള്, ഡീസലും പോട്ടെ പെട്രോള് 1055 രൂപ പെട്രോളിനും കൊടുത്ത് ഞങ്ങളത് പെട്രോളും അടിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇത് പെട്രോൾ എഞ്ചിനാണ് കേട്ടോ, ആദ്യം പറഞ്ഞപ്പോഴത്തേനും മാറിപ്പോയതാ. അപ്പോൾ അവര് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോണ്ട് പൂക്കളുടെ ഷർട്ടൊക്കെ ഇട്ടോണ്ട് ചെത്ത് പോയി സീരാതാറാടാ. അപ്പൊ എന്താണേലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാ. റജിനി എന്നാണാവോ എന്നെ ഓൻ വന്നിട്ടോ, ഓനെ വെച്ചിട്ടൊരു വ്ളോഗ് ഞാൻ. കുട്ടികള് സ്കൂളിൽ പോണ പോലെ പണിക്ക് പോകുന്നുണ്ട്. എല്ലാം ദിവസം രാവിലെ എഴുതി പഠിക്കുക. വിളിക്കാറുണ്ടാവും വിളിച്ചപ്പോ ഭയങ്കര സങ്കടത്തിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു അന്ധകാലം ഉണ്ടായിരുന്നു, തെണ്ടി കിടന്നിട്ടിരുന്ന കാലം. അന്നത്തെ കാലത്ത് എനക്ക് വഴി അറിയില്ല എന്നുള്ളത് അറിയാം. ഞാൻ ഊട്ടിയിലെ കുതിരയുടെ നേരെ മാത്രമേ പോകുള്ളൂ. ശരിയാണെങ്കിൽ പറയണം, 2 സൈഡിട്ട് ഇതില്ല, വിഷനില്ല, നേരെ മാത്രം. അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ആരക്കുന്നം കാഞ്ഞിരവട്ടം റോട്ടിലാണ്. അങ്ങനെ കട്ടിമുട്ടൊക്കെ എത്താറായി. സോ ഇത് ഈ വഴി പോണേനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റീസെൻ്റ്ലി ടാർ ചെയ്തോളൂ. അത് സൂപ്പർ വഴിയാണ്. ഇപ്പം ഈ പിറവം സൈഡിൽ നിന്ന് കാഞ്ഞിരവട്ടം പോകാനായിട്ടോ അല്ലെങ്കിൽ വൈക്കം പോകാനായിട്ടോ ആരെങ്കിലും മണ്ണുണ്ടെങ്കിൽ ഈ റൂട്ട് എന്താണേലും ചൂസ് ചെയ്തോളൂ. ബെസ്റ്റ് റോഡാണ്, വലിയ ക്രൗഡഡും ഒന്നുമല്ല. ഞങ്ങള് പ്രകൃതി ഇവർക്കൊക്കെ പറഞ്ഞോ അല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇവിടെ നിന്ന് കാഞ്ഞിരവട്ടം ചാടി, കാഞ്ഞിരവട്ടത്തുനിന്ന് വൈക്കം ചാടി, അങ്ങനെ ചേർത്തല വഴി ആലപ്പുഴ ആടാനായിട്ടാണ് പരിപാടി. ഞങ്ങൾ കാഞ്ഞിരവട്ടത്തുള്ള ഹോട്ടലിൽ നൂതർ ബാറിൽ എത്തിയിട്ടുണ്ട്. രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കരുതിയിട്ടാണ്. അപ്പോൾ പോയി നോക്കാം എന്താ പറയണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിത് കൈ കഴുകിയിട്ട് നേരെ ചിരിച്ചോളാം. അങ്ങോട്ട് പോകാം. വന്ന കാറിതാ. നമുക്ക് ഞാനൊരു സാധനം കാണിച്ചത്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പണ്ടത്തെ വിൻറ്റേജ് ഫിലിപ്സിൻ്റെ MP3 പ്ലെയറാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്യണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസേറ്റ് ഇപ്പോൾ എത്ര അടുത്തോളണമെന്ന് അറിയാൻ പാടില്ല. പിന്നെ 5 സ്റ്റെപ്പ് ഇക്വലൈസർ കാര്യങ്ങൾ, അതേപോലെ തന്നെ റേഡിയോ, 2 സ്പീക്കേഴ്സ്, ഇതൊക്കെ കിട്ടും അല്ലേ? പണ്ടത്തെ വിൻറ്റേജ് സാധനമല്ലേ? ഉപയോഗിക്കണം കേട്ടോ. ഉപയോഗിക്കണമെന്നുണ്ടാ കുത്തിയിട്ടുണ്ട്, പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേഡിയോ കേൾക്കാനായിട്ട്. ഓ ഇതിനകത്ത് മറ്റേ CD ഇടാട്ടോ. CD ഇട്ടിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന മോഡൽ. ഒരു കുഞ്ഞൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ഇതുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് പറയാനായിട്ട് അവൻ പറഞ്ഞത് ഒരു ഇടിയപ്പവും ഒരു പൊറോട്ടയും മുട്ടക്കറി. ഞാൻ 2 ഇടിയപ്പവും 1 മുട്ടക്കറി കഴിച്ചിട്ട് എങ്ങനെയുണ്ടാകും. കാരണം എന്താണെങ്കിലും വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഈ ടൈം ആയതുകൊണ്ടായിരിക്കണം. വെച്ചിട്ട് നല്ല ഫുഡ് കിട്ടും. ബ്ലോഗറാതൊക്കെ കരുതിട്ട് നല്ല ഫുഡ് കിട്ടിയാലോ. അങ്ങനെയൊക്കെ ഇത് എനിക്ക് ഈ സാധനം വെച്ചാൽ എനിക്ക് കണ്ണ് കാണുള്ളൂ. ഇത് പവേർഡ് സൺഗ്ലാസ്സാണ്, അതുകൊണ്ടാണ് ഇൻഡോറിൽ ഞാൻ ഈ ഷെയ്ഡ്സ് വെച്ചേക്കുന്നത്. എനിക്ക് കണ്ണ് കാണാൻ ഇത് വേണം, ഇതല്ലെങ്കിൽ മറ്റേ ഷെയ്ഡ് കണ്ണട വേണം. മറ്റേ കണ്ണട എന്തോ ഒരു ഓളത്തിനൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അത് എടുത്തില്ല. ഇപ്പൊ എനിക്ക് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വെക്കാണ്ട് എനിക്ക് കണ്ണ് കാണില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ പവറുണ്ട്, ഇതിന് പവറുണ്ട്. കൊള്ളാല്ലേ? പക്ഷെ എന്താന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കുമ്പോ എന്താ അകത്ത് കയറിയിട്ട് കുളിർന്നൊക്കെ ഇവരാരാളാന്ന് വിചാരിക്കുക. അപ്പൊ ഈ രാത്രി എന്ത് ചെയ്യും? രാത്രി മറ്റേ കണ്ണട, നോർമൽ കണ്ണട ഉണ്ടല്ലോ, ഇത് രാവിലെ മാത്രം, ഡേ യൂസിന് മാത്രം മതി. ഇന്നലെ സിനിമയ്ക്ക് പോയിട്ട് ഞാനിത് ഊരി വെച്ച് മറ്റേ കണ്ണട എടുത്ത് വെച്ചു. അങ്ങനെ എന്റെ അടുത്ത് നിങ്ങൾക്ക് പ്രാന്താണത്.
ഈ ബേസ്മെന്റ് പാർക്കിംഗ് ആയിട്ടൊക്കെ കണ്ടു കാണൂല അത് വെയിലത്തൊന്നും ബേസ്മെന്റ് പാർക്കിംഗ് ആയിട്ടൊക്കെ അത് പറഞ്ഞപ്പോ ഇന്നലെ മിറാഷ് എന്ന് പറഞ്ഞ പടം കണ്ട് എന്തോ ഒരു പടം എന്ന് പറയുമ്പോഴത്തേനും ട്വിസ്റ്റ് ഫുള്ള് ട്വിസ്റ്റ് കൂടിയിട്ട് ഭ്രാന്തായി. ട്വിസ്റ്റ് കൂടിയിട്ട് ജിത്തു ജോസഫിന്റെ പടമാണെന്ന് ആലോചിക്കണേ. നമ്മൾ ആദ്യം വിചാരിക്കും നായകനായിരിക്കും വില്ലെന്ന് വിചാരിക്കും. നായകനായിരിക്കും വില്ലെന്ന് വിചാരിക്കും. ഇത് വിചാരിക്കും നായിക വില്ലത്തെന്ന് വിചാരിക്കും. ഇതിനിടയ്ക്ക് വില്ലനായിരിക്കും വില്ലെന്ന് വിചാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവീല് വരുമ്പം പാടാം. ഇൻസെപ്ഷനൊക്കെ കണ്ടൊരു രസമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റിന്റെ ഒരു അതിപ്രസര അതാണ് മെയിൻ തീം. ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന ലാൻഡ് ചെയ്യണ്ട. ഇത് പടം ഒന്നങ്ങോട്ട് വലിപ്പിച്ചിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും മറ്റേ ചരല് വാരി ഇറങ്ങണല്ലേ കൊറേ ട്വിസ്റ്റും അങ്ങനെ എടുത്തത്. ബൾട്ടിക്ക് ടിക്കറ്റ് ആ ഞാൻ കയറുന്ന ടൈമിലുണ്ടായിരുന്നു. ഞങ്ങള് വേദിയിൽ എന്നാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരുന്നു. ഉച്ചയ്ക്ക് ഓൾറെഡി വെയിലാണല്ലോ. അപ്പൊ വെയിലത്ത് തെണ്ടി കിടക്കണേക്കാളും ഭേദം ഇപ്പൊ സിനിമയ്ക്ക് കയറാന്നുള്ളൊരു സ്കീമിലായി. ഫുഡ് വന്ന സ്ഥിതിക്ക് ഞങ്ങള് ഒരു ചായയും ഒരു കോഫിയും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ വേറെ ഡിലേസും കാര്യങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. പോവാണ്. അങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു കാറിൽ കയറിയിട്ട് പറയാം. സോ അമലോ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് ഫുഡ്, നല്ല ഫുഡായിരുന്നു. ക്രിസ്പി പൊറോട്ട, നല്ല ക്രിസ്പി പൊറോട്ട ആയിരുന്നു എന്ന് പറഞ്ഞാൽ ജ്യൂസി ആൻഡ് ടെൻഡറി ആയിട്ടുള്ള മുട്ടക്കറി. ഏത് ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഇരിക്കുമ്പോഴാണ് ഞങ്ങള് ആ കടയിൽ കയറിയത്. ബട്ട് ഡിസപ്പോയിന്റിങ് അല്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊറോട്ട കഴിക്കാൻ അവിടെ കയറി. പൊറോട്ട കട്ട്ലറ്റ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എന്ത് ഇന്ത്യൻ കോഫി ഹൗസിലേ കട്ട്ലറ്റ് ആണ് നല്ലത്. കട്ട്ലറ്റ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഇവനെ നോട്ട് ചെയ്ത് വെച്ചോ? ഇന്ത്യൻ കോഫി ഹൗസിലുള്ള ആൾക്കാരൊക്കെ ഇവനെ നോട്ട് ചെയ്ത് വെച്ചോ? അവിടുത്തെ കട്ട്ലറ്റ് അല്ല അവിടുത്തെ അടിപൊളി. ഇഷ്ടം പോലെ ബീട്രൂട്ടോ എല്ലാം അതുണ്ടാവും. പിന്നെ കുറച്ചങ്ങോട്ട് സൗത്തിട്ട് നിന്ന് കഴിയുമ്പോഴത്തേനും, ഐ മീൻ ട്രിവാൻഡ്രം സൈഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. മസാല ദോശയൊന്നും മുരിങ്ങക്കോല് വിട്ടേക്കണ ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയി ട്രിവാൻഡ്രത്ത്. അപ്പൊ അവിടെ നിന്ന് ഈ മൊട്ടാവിയിൽ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. മൊട്ടാവിലോ? മൊട്ട അവിയല്. അവിയലില് മുട്ട ചേർത്തിട്ടുണ്ടാവും. മുട്ട പുഴുങ്ങിയത് കണ്ടിച്ചിട്ടുണ്ടാവും. രസമായിരിക്കുമല്ലോ അല്ലേ? അതെ, ടോപ്പായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇത് നമ്മുടെ മില്ലിങ്കലിൽ നിന്ന് പുത്തങ്കാവ് പോണ റോഡാണ്. ഇവിടെ അടിപൊളി ഫിഷിംഗ് സ്പോട്ടാണ്. ഫിഷിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ കരിമീൻ മാത്രം അടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഫിഷ് കിട്ടാറുണ്ട്, പുഴയൊക്കെ ആയിട്ട് തന്നെ. സോ അങ്ങനെ ഞങ്ങൾ പുത്തങ്കാവ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുത്തങ്കാവ് എന്ന് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ നമ്മൾ പോണ ഡയറക്ഷൻ വെച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് റൈറ്റ് എടുക്കുക. പിന്നെ ആ റോഡ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ KL52 കിച്ചൺ. പട്ടാമ്പിക്കാര ഞാൻ കയറിയേക്കണേ അവിടുത്തെ. കുഴപ്പമില്ല, ബിരിയാണി ആണേലും നൈസാ. നമുക്ക് അവിടെ കയറിയത് നേരത്തെ മറ്റേ സാധനമൊക്കെ ഇട്ട് ബീജം ബീജമൊക്കെ ഇട്ടത്. മറ്റേ സിനിമയിലെ ഏതാ ഗുരുവായൂരമ്പലാടയില് പൃഥ്വിരാജും നേസിലും കൂടെ കാണൂലേ, ഓടി അത് കെട്ടി പിടിക്കുന്നത്. ലെഫ്റ്റ് വഴി പറഞ്ഞു കൊടുക്കണ കാര്യം മറന്നു. മോനെ ഈ എന്നെയല്ലേ പറഞ്ഞ ഇതിന്റെ ഷോക്ക് കംപ്ലൈന്റ് ആന്ന്. ചിലപ്പോ ഞാൻ മറക്കും. മറക്കണം, ഈ തന്നെ അത് മറക്കണം. പക്ഷെ നല്ല പോയി.